ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നല്ല ക്ലൗഡി ക്ലൈമറ്റ് ആയിരുന്നു, നല്ല കാറ്റും. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഏഷ്യൻ മാളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അവിടെ എത്തിയാണ്. അങ്ങനെ നമ്മൾ ഏഷ്യൻ മാളിൽ റീച്ച് ആയിട്ടുണ്ട്. ഈ ഒരു മോളിൽ ഓരോ ഫ്ലോസിലും പല വെറൈറ്റീസ് ഓഫ് ഷോപ്പും ബ്രാൻഡ്സും ഒക്കെ ഉണ്ട്. നമ്മൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിൽ റഷ് ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് ആ ഒരു റഷ്നെസ് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല. വൈ? ബിക്കോസ് അറ്റ് എ ടൈം ഒരുപാട് ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോളായിരുന്നു അത്. ഈ ഒരു മോളിൽ 5 to 6 ഫ്ലോർസ് എന്തോ ഉണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്കിത് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. ഡാം ഷുവർ. ഒരു 1 ഫ്ലോർ തന്നെ നമുക്കൊന്ന് ഫുള്ളി ഒന്ന് കണ്ടുവരണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ടൈം ആവും. അപ്പം ഈ ഒരു 5-6 ഫ്ലോർ നമ്മൾ എങ്ങനെ കവർ ചെയ്യും? നമ്മൾ മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഷോപ്പും കണ്ട് ഓരോ ഫ്ലോസും ചുറ്റി നടന്ന് കാണുന്ന സമയത്തായിരുന്നു പെട്ടെന്നൊരു ഷോപ്പ് നമ്മൾക്ക് അട്രാക്റ്റീവായി തോന്നി നമ്മൾ കയറിയത്. ഭയങ്കര പേസ്റ്റൽ കളറിലുള്ള കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഷോപ്പ്. അതൊരു ബേബി ഷോപ്പായിരുന്നു. ബേബീസിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്, ഓയിൽ, ക്രീം, സോപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഷോപ്പായിരുന്നു. ബട്ട് അവിടെ ക്യാമറ അലൗഡ് അല്ല ഗൈസ്. നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് പുള്ളിക്കാരൻ വന്ന് ക്യാമറ അലൗഡ് അല്ല എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ് ഗൈസ്. ഇപ്പം ഓൾമോസ്റ്റ് ഒരു 3 or 4 o'clock എന്തോ ആയി. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലേറ്റായി, വീട്ടിൽ നിന്ന് ഇറങ്ങാനും ലേറ്റായി. ഫുഡ് നമ്മൾ മാക്സിമം അവിടെ നിന്ന് എല്ലാ ഐറ്റംസും ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഈ കാണുന്ന വേഫിൾസ് ന്യൂട്ടല്ല കിറ്റ്കാറ്റ് ഫ്ലേവേർഡ് വേഫിളാണ്. അതുപോലെ തന്നെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിരുന്നു. ലൈറ്റ് ചൂടോടെ ഇത് ഫസ്റ്റ് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പൊന്നോ. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ജിൽജിൽ ഐറ്റാണ് കഴിക്കാൻ പോകുന്നത്. ബ്രൗണി വിത്ത് ഐസ്ക്രീം. ആ ഒരു ഹോട്ട് ചോക്ലേറ്റ് വിത്ത് ഈ കൂളായിട്ടുള്ള ഐസ്ക്രീം കൂടി വന്നിട്ടുള്ള ഒരു കോംബോ, ഹെവൻ. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ഹോട്ട് ആൻഡ് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡും ട്രൈ ചെയ്യാണ്. ഈ കാണുന്ന ഫ്രൈഡ് അത്രക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇല്ലായിരുന്നു. ഒരു ഓക്കെ ഇത് സ്പൈസി കൊറിയൻ ചിക്കൻ ബർഗറാണ്. ഈ ഒരു ബർഗർ വേറെ തന്നെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ബർഗറായിരുന്നു. ഇച്ചിരി സ്പൈസി ആണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഫ്ലേവർ ആയിരുന്നു. ഈ കുടിക്കുന്നത് ലസ്സിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കേർഡ് ഉണ്ടല്ലോ, നമ്മളെ തൈര്, അതും ഷുഗറും ആഡ് ചെയ്ത് വരുന്നൊരു ഡ്രിങ്കാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യാൻ പോകുമ്പോഴാണ് അവിടെ കുറച്ച് ആഫ്രിക്കൻസിനെ കണ്ടത്. സോ അവിടെ പോയി നൈസായിട്ടൊരു ഫോട്ടോ എടുത്തു ഗൈസ്. ഒന്നല്ല, ഒരു 5-6 ഫോട്ടോ എടുത്തു. ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലൈഫ് സ്റ്റൈലിലാണ് പോയത്. നോർമൽ ഞങ്ങൾ ഗേൾസ് അത്ര പെട്ടെന്നൊന്നും ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യില്ല. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ പെട്ടെന്നൊന്നും ഇഷ്ടപ്പെട്ട് എടുത്തു പോകും. ആ ഒരു ടൈപ്പാണ്. പക്ഷേ ഇവിടെ വന്ന് ഫുൾ കൺഫ്യൂസ്ഡ് ആയി ഗൈസ്.
ഞാൻ വൈറ്റ് കുറേ ഡ്രസ്സ് ട്രൈ ചെയ്തെങ്കിലും അറ്റ് ലാസ്റ്റ് ഞാൻ ബ്ലാക്ക് ആണ് കഴിച്ചത്. സ്വാഭാവികം. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്തായിരുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയച്ചു ഗായ്സ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നടന്ന് ടയർഡായി ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി കുറച്ച് സമയം ബാൽക്കണിയിലൊക്കെ ഇരുന്ന് കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. നമുക്ക് നാളെ ഏർലി മോർണിംഗ് തിരിച്ച് റിട്ടേൺ കണ്ണൂരേക്ക് പോകണം. നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു ഗായ്സ്. പോകുന്ന വഴി ഞങ്ങളൊരു ചെറിയ ചായ ഒക്കെ കുടിച്ചു. അവിടെ കുറേ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബ്രൗണി ലൈക്ക് അതുപോലത്തെ ഒരു സാധനം കഴിച്ചു. അപ്പം അതും കഴിച്ച് അവർക്കും കൊടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്ന വഴി മൈസൂർ പാലസിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എൻട്രി ഇല്ല. സോ നമ്മൾ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു വീഡിയോസ് എടുത്തു. പിന്നെ വരുന്ന സമയത്ത് അതിൻ്റെ എൻട്രൻസിൻ്റെ ആ ഒരു പോർഷനിൽ ഫുൾ ഓഫ് സേവ് ദ ഡേറ്റ് ഷൂട്ടാണ് ഗൈസ്. അതിൻ്റെ ഓരോ എഡ്ജസിലും ഫുൾ സറൗണ്ടിങ്സ് ഫുള്ള് ക്യാമറാമാനും കപ്പിൾസും ഫുൾ സേവ് ദ ഡേറ്റ് ഷൂട്ടായിരുന്നു. ഫോട്ടോഷൂട്ട് പല വിധം. അങ്ങനെ ഫോറസ്റ്റ് റോഡെത്തിയ സമയത്ത് ഒരുപാട് കുരങ്ങുകളുണ്ട്. അപ്പം നമ്മളെ കയ്യിൽ ചെറിയ എന്തോ സ്നാക്സ് ഉണ്ടായതൊക്കെ നമ്മൾ അതിന് കൊടുത്തു. അപ്പം ദൂരെ കുറേ ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. അതൊക്കെ റോഡ് സൈഡിലേക്ക് വന്നു. കുഞ്ഞു ബേബീസ് ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കയ്യിൽ. അങ്ങനെ ഞങ്ങൾ കൂർഗിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പത്തിലും പൊറോട്ടയും പുട്ടും ഒക്കെ കഴിച്ചു ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ചെറിയൊരു റീലും എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴി ഞങ്ങൾ കണ്ണൂർ റീച്ച് ആയ സമയത്ത് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുത്തില്ല ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ, ചാച്ചാ.